ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 14 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഗീ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായതിന് ശേഷം ഞാനിവിടെ അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാളയാണ്. അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട് റൈസൻസ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനത് ഇതിലിടുന്നില്ല. ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല ബിരിയാണിയിൽ ഈ കാഷ്യൂനട്ട് റൈസൻസ് ഒന്നും ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നത്. ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഉള്ളി നന്നായി വറുത്തെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത്. ഇതൊന്ന് ഒരു ഭാഗം ആയതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ചിക്കൻ്റെ മറ്റേ ഭാഗം ഇതുപോലെ ആയതിനു ശേഷം നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റണം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഞാനിവിടെ ഒരു 4 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു 4 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയില അതുപോലെ തന്നെ പുതിനയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാലയൊക്കെ നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി ചിക്കനിൽ ചേർത്തതാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ആദ്യം ഒരു 4 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, തൈരിൻ്റെ പുളിക്കനുസരിച്ച്. മിക്സ് ചെയ്ത് നോക്കിയപ്പം കുറച്ച് പുളിയുടെ പോരായി ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മസാലയൊക്കെ ഒന്ന് ചിക്കൻ ഒന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, നമ്മുടെ മസാലക്കൂട്ട് നന്നായി തിള വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് റൈസാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത കപ്പ് മിൽക്ക് മെയ്ഡ് 400 മില്ലി മിൽക്ക് മെയ്ഡ് കപ്പിലാണ് 3 കപ്പ് എടുത്തത്. ഇനി അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പിന് 5.5 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. 5.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 4-5 ഏലക്കായ, അതുപോലെ തന്നെ 3 കറാമ്പൂവ്, 2 കഷ്ണം പട്ട ഒന്ന് വെട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് എപ്പോഴും അരി വെന്ത് വരുമ്പോൾ അതിലാവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ മുന്നിലായിരിക്കണം ഉപ്പ് നിൽക്കേണ്ടത്, മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് കറക്റ്റ് റൈസിൽ പിടിക്കുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ചോറ് റൈസ് വെന്തൊക്കെ വരുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കും. നമ്മൾ ദമ്മിട്ട് വന്നാലും അത് ഒട്ടി പിടിക്കില്ല. ഇനി അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി കഴുകി വറുത്തത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുക്കർ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ റൈസൊക്കെ ഇവിടെ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ ദമ്മിടുന്ന ഭാഗം എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയി. അപ്പോൾ ഇതുപോലെ ആ മസാലയുടെ മേലെ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ കുറച്ച് വറുത്ത് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയും പുതിന ഇട്ട് കൊടുത്ത് വീണ്ടും റൈസ് ഇട്ട് കൊടുത്തതാണിത്. അപ്പോൾ റൈസെല്ലാം ഈ മസാലയുടെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ കേട്ടോ ഇതിൻ്റെ അടിയിൽ ഒരു ലെയർ ചെയ്ത് വെച്ചത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതിൽ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലൊരു കളർഫുള്ളായിരിക്കും ബിരിയാണിക്കപ്പം. പിന്നെ കുറച്ച് ഒരു 2 പിഞ്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗീ കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം സ്ലോയിലാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന്
ആവി കയറ്റിയെടുക്കണം. തീ നല്ലവണ്ണം കുറച്ചെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം ഞാൻ ഇവിടെ 15 മിനിറ്റിനൊക്കെ ശേഷം ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ റൈസും തുറന്ന് നോക്കുകയാണ്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുറച്ച് ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് കോരിയെടുക്കാം. നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ മഞ്ഞപ്പൊടി കലക്കി ഒഴിച്ചത് നല്ലൊരു നമ്മൾ കളർ ചേർത്ത് അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കളറാണിത്. നാച്ചുറലായിട്ടുള്ള കളർ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.